Tejas Nair, aged 22, tragically died by suicide in Bengaluru. He was subjected to relentless harassment by private money lending apps, which ultimately led to this heartbreaking outcome. मुझे एक पेमेंट आनी थी और आया नहीं था एंड आई हैड टू जनरली मेक कुछ अर्जेंट पेमेंट्स करने थे। 5 मिनट के अंदर आपके अकाउंट में पैसे आए। उन्होंने स्टार्ट किया बोलने का कि अगर आपने पे नहीं किया ना, इमीडिएटली हम आपके कॉन्टैक्ट्स को फोन करेंगे। उन्होंने जैसे वो फोटोग्राफ्स मुझे दिखाए, मैं फ्रैक्शन ऑफ सेकंड के लिए ब्लैकआउट हो गई। മൈക്രോ ലോൺസ് വഴി ഇപ്പോൾ കടം വാങ്ങുന്ന രീതിയൊക്കെ വളരെ കോമൺ ആണ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കടം എടുക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് അധികം ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല, നമുക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ആവശ്യമില്ല, എളുപ്പത്തിൽ നമുക്ക് പേ ഔട്ട് ഒക്കെ ചെയ്യാം. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് മൈക്രോ ലോൺസ് ഇത്രയും അട്രാക്റ്റീവ് ആവുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെപ്പോലെ തന്നെ ഇവിടെ നമുക്കൊരു മറ്റൊരു വശം കൂടിയുണ്ട്, ഒരു ഡാർക്ക് സൈഡ്. അപ്പം സെപ്റ്റംബറിൽ കേരളത്തിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു മൊത്തം ഫാമിലി, അതായത് ഭാര്യയും ഭർത്താവും അവർ 2 മക്കളും അവരവരുടെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പം എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? ലോക്കൽ മീഡിയാസ് പറയുന്നത് ലോൺ ആപ്പ് കമ്പനിയിൽ നിന്ന് നിരന്തരമായ പീഡനം കാരണമാണ് അവരങ്ങനെ ചെയ്തതെന്നാണ്. അപ്പം ഇവിടെ വിക്ടിമിന് ലോൺ റീപേ ചെയ്യാതെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ മോശമാവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ലോൺ ആപ്പ് അവർ നിരന്തരമായിട്ട് ശല്യം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് കടം വായ്പ എടുത്ത പണം തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് അവർ പ്രഷർ ചെയ്യും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ അവരുടെ ആ ഒരു അവസ്ഥ. അപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കഥയിലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം എന്താണ്? ഇന്ത്യയിൽ വലിയൊരു തോതിൽ അൺറെഗുലേറ്റഡ് സ്മോൾ ലോൺ മാർക്കറ്റിന്റെ പ്രശ്നമാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും മാത്രമല്ല കേട്ടോ, ഇത് മനുഷ്യരുടെ അന്തസ്സ്, അതുപോലെ തന്നെ ബിസിനസ്സിന് ധാർമ്മിക പെരുമാറ്റം കൂടിയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങളോട് ഇതൊന്ന് ഇൻഫോം ചെയ്യുക എന്നല്ല നമ്മുടെ ലക്ഷ്യം, പക്ഷേ ഒരു അവയർനെസ്സും കൂടി കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം മൈക്രോ ലോണുകളുടെ മെക്കാനിസം മനസ്സിലാക്കുക, കൊള്ളയടിക്കുന്ന രീതികൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നത് വഴി നിങ്ങൾ സഹായകരമാവുന്നത് ഏത്, അതായത് ഇവിടെ കെണി ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ നമുക്ക് വീഡിയോ അങ്ങ് തുടങ്ങിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് സ്മോൾ ലോൺ ആപ്പുകൾ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവർ പ്രശ്നക്കാരായിട്ട് നിൽക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പലരും ഇപ്പോൾ സ്മോൾ ലോൺ ആപ്പുകളിലേക്ക് ആശ്രയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിലുള്ളവരൊക്കെ. അതായത് നമുക്ക് പെട്ടെന്ന് കടം ലഭിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അർജൻറ്റായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആയത്. പക്ഷേ എന്താണ് ആക്ച്വലി ആപ്പുകൾ? ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലോണുകളൊക്കെ തരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. മിക്കപ്പോഴും മിനിറ്റുകളുള്ളിൽ തന്നെ നമുക്കിതൊക്കെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ബാങ്കുകൾ അധികം ഇല്ലാത്ത ഏരിയയിലൊക്കെ ഇത് ഒരുപാട് വാല്യുബിൾ ആണിത്. ഇപ്പം അടുത്ത് നടത്തിയൊരു സർവേയിൽ പ്രകാരം 47% ആളുകൾ ടയർ 1 നിന്നും 35% ആളുകൾ ടയർ 2 നിന്നും 18% ആളുകൾ ടയർ 3, ടയർ 4, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമീണ ജില്ലകളിൽ നിന്നുമാണ്. ഈ ഒരു ആപ്പുകളൊക്കെ ഇത്രയും അട്രാക്റ്റീവ് ആവുന്നത് അവരുടെ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെയാണ്. അതായത് നമുക്കൊരു മിനിമം ഡോക്യുമെന്റേഷൻ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് 2 or 3 തവണ നമ്മൾ ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും ഈ ലോൺ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അതായത് ആദ്യം ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അപ്രൂവലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പം എളുപ്പത്തിലും പെട്ടെന്ന് കിട്ടുന്നു എന്ന് മാത്രമല്ല ഇവർ ഓഫർ ചെയ്യുന്നത്, എല്ലാവർക്കും കൂടുതൽ ആക്സസ് ചെയ്യാവുന്ന ഒരു സാമ്പത്തിക സഹായം ലഭിക്കുകയാണ് ഇവിടെ. അപ്പോൾ ലോൺ ലഭിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് നടക്കുന്ന ആളുകൾക്ക് ഈ ഒരു ആപ്പുകൾ ഒരു പുതിയൊരു ചാൻസ് ആണ് നൽകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് സൗകര്യപ്രദമാണ് അല്ലേ? പക്ഷേ ഇതിന് വേറൊരു മറുവശം കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഈ സ്മോൾ ലോൺ ആപ്പുകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ആളുകളെയാണ് അവർ നോക്കുന്നത്. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ കുറഞ്ഞ ആളുകളെയൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, സാധാരണ ബാങ്കുകളിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം കാരണം ലോൺ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ആപ്പുകളൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ ഒരു കാര്യം കിടപ്പുണ്ട്, അതായത് നമുക്ക് എന്ത് കാര്യവും എളുപ്പത്തിൽ കിട്ടുമ്പോൾ അത് പെട്ടെന്നൊരു ട്രാപ്പായിട്ട് മാറാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ ഷോർട്ട് റീപേയ്മെൻറ്റ് പീരീഡ് ആണ്. ഇപ്പോൾ നോർമൽ ബാങ്കുകളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഒരു 7 മുതൽ 12% ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മൈക്രോ ഫൈനാൻസ് ലോണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 22 മുതൽ 25%. എന്നാൽ അതേ സമയത്ത് ഈ ഒരു ആപ്പുകൾ ചാർജ് ചെയ്യുന്ന 60 മുതൽ ഈവൻ 100% വരെയാണ്. ഒരു പ്രോപ്പർ റെഗുലേഷൻ ഒന്നും ഇല്ലാതെയാണ് ഈ ആപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിൽ ഒരു അപ്പർ ലിമിറ്റ് ഒന്നും അവർക്കില്ല. അതുപോലെ തന്നെ ഒരുപാട് ഹിഡൻ ചാർജുകളും ചുമത്തുന്നുണ്ട്. ഇനി ഇവിടെ റീപേയ്മെൻറ്റ് പീരീഡ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ റീപേയ്മെൻറ്റ് പീരീഡ് വളരെ ഷോർട്ട് പീരീഡാണ്. അതായത് ഒരാഴ്ച മുതൽ 15 ദിവസം വരെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു വർഷമൊക്കെ പോകാം, പക്ഷേ അതിൽ കൂടില്ല ഇവിടെ. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ ഷോർട്ട് റീപേയ്മെൻറ്റ് പീരീഡും കൂടി വരുമ്പോൾ അത് ഒരുപാട് ഫൈനാൻഷ്യൽ പ്രഷറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാവില്ലേ? സോ ഇവിടെ ഇപ്പം കടം എടുത്ത ആൾക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറ്റാതെ വരുമ്പോൾ സിറ്റുവേഷൻ മോശമാകാൻ വേണ്ടി തുടങ്ങും.
അപ്പം ഈ ലോൺ ആപ്പുകളൊക്കെ മിക്കപ്പോഴും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് റിക്കവറി ടാക്ടിക്സും അവർ ഉപയോഗിക്കും അവർ. അതായത് ആളുകളെ ഇപ്പം ബ്ലാക്ക് മെയിൽ ചെയ്യുക, നിരന്തരമായിട്ട് പീഡിപ്പിക്കുക, ആളുകൾ മുമ്പിൽ വെച്ചൊക്കെ അവരെ കളിയാക്കുക, അങ്ങനെ ഒരുപാട് അങ്ങ് കഷ്ടപ്പെടുത്തും. വരുമാനം കുറഞ്ഞ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കുന്ന ട്രഡീഷണൽ രീതിയിൽ നിന്ന് ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം ഇതാണ്, ആധുനിക രീതിയിൽ വായ്പ കൊടുക്കുന്നവർക്ക് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് അവർ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പണം വേണ്ടി വരുമ്പോഴൊക്കെ ഇവർക്ക് അവരെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പറയാവുന്ന ഒരു പ്രശ്നമാണ്, ഇവർക്ക് കടം വാങ്ങുന്നവരുടെ പേഴ്സണൽ ഡാറ്റ ഇവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കോൺടാക്ട്സ്, ലൊക്കേഷൻ ഇൻഫോർമേഷൻ, ഫോട്ടോസ്, വീഡിയോസൊക്കെ. സോ ഈ ഒരു ആപ്പുകളൊക്കെ ഇത് വെച്ചിട്ട് കടം വാങ്ങുന്നവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇതെന്ന് പറയുന്നത് RBIയുടെ ഫെയർ പ്രാക്ടീസ് കോഡിൻ്റെ ലംഘനമാണ്. ഇപ്പോൾ ക്യാഷ് നൗ, ഷിഫ്റ്റ് ലോൺ പോലെയുള്ള ആപ്പുകൾ പല ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ബൾക്ക് SMS, ഡിജിറ്റൽ അഡ്വർടൈസിങ്, ചാറ്റ് മെസ്സഞ്ചേഴ്സ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് സ്റ്റോറൊക്കെ വെച്ചിട്ട് കടക്കാരെ ഇവർ ആകർഷിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്പുകൾ ഗവൺമെൻറ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൂഗിൾ പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ ആയിരക്കണക്കിന് ഇപ്പോൾ ലഭ്യമാണ് ഇപ്പം. അപ്പം ഈ സ്മോൾ ലോൺ ആപ്പുകളൊക്കെ ഭയങ്കര അപകടകരമാണ്. അപ്പോൾ പല ഇൻസിഡൻസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ കടമക്കുടിയിൽ ഒരു കുടുംബത്തിൽ 4 പേര് മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ടതിൽ 39 വയസ്സുള്ള നിജോ ഒരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ്. ഭാര്യ ശില്പ 29 വയസ്സ്, അവരുടെ മക്കൾ ഏബിളും ആരോണും. അപ്പം നടന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ കുടുംബക്കാരും സുഹൃത്തുക്കളും റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇവർ മോർഫ് ചെയ്ത ഫോട്ടോസൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള പീഡനം. അപ്പോൾ ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടെത്തിയ കാര്യം ഇതാണ്, ഒരു ഓൺലൈൻ ആപ്പ് വഴി ശില്പ പണം കടം എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ലോൺ കമ്പനി ഇവരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ ജസ്റ്റ് ഇവരെ പേടിപ്പിച്ച് പണം വാങ്ങാൻ മാത്രമല്ല നോക്കിയത്, ആക്രമണ രീതിയിലേക്ക് വരെ പോയി. അപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം പിന്നെ ഇവർ മോർഫ് ചെയ്ത ഫോട്ടോസൊക്കെ ഇവരുടെ ഫോണിലേക്ക് അവർ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോൾ ലോക്കൽ മീഡിയ അതുപോലെ തന്നെ പോലീസ് റിപ്പോർട്ട് പറയുന്ന ഇതാണ്, ഇത്രയും മോശമായ രീതിയിൽ ഇവർ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ആ ഒരു കുടുംബം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ്. അപ്പം 100 കേസിൽ 1 മാത്രമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആപ്പുകൾക്കെതിരെ ഒരുപാട് കംപ്ലൈൻറ്റുകളും വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി കേസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വർഷത്തിന് തുടക്കത്തിൽ ഒരു പ്രൈവറ്റ് ഫേമിലെ എംപ്ലോയി ലോൺ ആപ്പിൽ നിന്ന് 23,000 രൂപ കടം എടുത്തപ്പം 6,80,000 രൂപ നഷ്ടപ്പെട്ടു. അപ്പം ഇദ്ദേഹം തൻ്റെ ഫോട്ടോ, ആധാർ കാർഡ് ഡീറ്റെയിൽസ്, പാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മോർഫ് ചെയ്തിട്ടാണ് പണം തട്ടിയത് ഇവർ. പിന്നെ ബാംഗ്ലൂരുള്ള ഒരു ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചൈനീസ് ലോൺ ആപ്പ് ഏജൻറ്റ് പീഡനം സഹിക്കാൻ വയ്യാതെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ജീവിതം അവസാനിപ്പിച്ചിരുന്നു. അപ്പം ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അവൻ്റെ ഇൻറ്റിമേറ്റ് ഫോട്ടോസൊക്കെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇത് ജസ്റ്റ് ചൈനീസ് ലോൺ ആപ്പുകൾ മാത്രമല്ല, ചെന്നൈയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ലോൺ ആപ്പ് ഓപ്പറേറ്ററിൻ്റെ അടുത്ത് നിന്ന് നിരന്തരമായിട്ട് പീഡനം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള സങ്കടകരമായ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിൽ വിക്ടിം ആവുന്ന ആളുകൾ കൂടുതലും ചെറുപ്പക്കാരാണ്, അതുപോലെ തന്നെ സ്ഥിര വരുമാനം ഇല്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ കടക്കണിയിൽപ്പെട്ട് ഇവരുടെ നിരന്തരമായ പീഡനമൊക്കെ സഹിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ സൈബർ ക്രൈമിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റായ സേവ് ദം ഇന്ത്യ ഫൗണ്ടേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് 2020 COVID-19 ലോക്ക്ഡൌണിന് ശേഷം ഡിജിറ്റൽ ലെൻഡിങ്ങിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ കൂടുന്നുണ്ടെന്നാണ്. ഏപ്രിൽ 2023 മാത്രം ഒരു ദിവസം ആവറേജ് 70 കംപ്ലൈൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ ലഭിച്ച ലേറ്റസ്റ്റ് അവൈലബിൾ ഡേറ്റ അനുസരിച്ച് 2021 14,007 സൈബർ ഫ്രോഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നടത്തിയ ഫ്രോഡ്ലൻ ആക്ടിവിറ്റീസ് വഴിയാണ്. എന്നാലും ഇങ്ങനെ നടന്ന തട്ടിപ്പൊന്നും അധികം പോലീസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ RBIയുടെ അടുത്തോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് ഇതുപോലുള്ള ഇല്ലീഗൽ ലെൻഡിങ് പ്രാക്ടീസസ് ഒക്കെ കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എല്ലാ വർഷവും ഈ കംപ്ലൈൻറ്റുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് പബ്ലിക് അവയർനെസ് കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമവും നമ്മൾ കൊണ്ടുവരണം. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മൈക്രോ ലോൺ ആപ്പുകളുടെ 3 മേജർ റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് വളരെ കൂടുതലാണ്, റീപേയ്മെൻറ്റ് പീരീഡ് വളരെ ഷോർട്ടാണ്, പിന്നെ ഇവിടെ റിക്കവറി പ്രോസസ്സ് ഇല്ലീഗലാണ് ഇടയ്ക്കൊക്കെ. ഇനി നമുക്ക് റെഗുലേറ്റഡ് ബാങ്കുകൾ അതുപോലെ NBFCs ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്പുകൾ എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മൈക്രോ ലോൺ ആപ്പുകൾ വഴി നമുക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ അതുപോലെ പേപ്പർലെസ് പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ട്രഡീഷണൽ ബാങ്കുകളെ പോലെ നമുക്ക് അധികം ഇവിടെ സമയവും എഫേർട്ടും നമുക്ക് ഇടാതെ തന്നെ നമുക്ക് പേഴ്സണൽ ലോണുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പം സൗകര്യപ്രദമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം ഇവിടെ വരുന്നത്.
അപ്പം എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും നമുക്കിപ്പോൾ ആപ്പ് വഴി നമുക്ക് ലോണൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതേ സമയത്ത് നമ്മളിപ്പം ബാങ്ക് വഴി നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൽ പോയി ക്യൂയിലൊക്കെ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേപ്പർ വർക്കിലൂടെയൊക്കെ പോയിട്ട് നമുക്കത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആപ്പ് നമുക്ക് ഒരുപാട് കൺവീനിയൻ്റ് ആണ്. ഇനി നമുക്ക് ലോൺ എമൗണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ബാങ്കുകൾ നോർമലി ഒരു 7 മുതൽ 12% ഇൻട്രസ്റ്റ് റേറ്റിലാണ് വലിയ ലോണൊക്കെ ആവും നൽകുന്നത്. അതേ സമയത്ത് മൈക്രോ ലോൺ ആപ്പുകൾ ചെറിയ എമൗണ്ട് വലിയ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നൽകുന്നത്. അതായത് ഒരു 60 മുതൽ 100% റേറ്റിലേക്കാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ രണ്ടിൻ്റെയും പ്രൊസീജിയേഴ്സിൽ വ്യത്യാസമുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കണമെങ്കിൽ ബാങ്കിൽ നമ്മൾ പോകണം, ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുപോകണം, പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതേ സമയത്ത് ഈ ലോൺ ആപ്പുകളൊക്കെ നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. നമ്പർ നമ്മൾ വെരിഫൈ ചെയ്യുക, ഓൺലൈൻ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും തന്നെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫണ്ട് ലഭിക്കും. സോ ഈ ഒരു വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് മൈക്രോ ലോൺ ആപ്പ് വളരെ കൺവീനിയൻ്റ് ആണ് എന്നുള്ളത് അല്ലേ. പക്ഷേ ഇതിൽ വരുന്ന റിസ്കുകളെ കുറിച്ചും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ മൈക്രോ ലോൺ ആപ്പുകളുടെ റിസ്കുകൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെ സേഫായിട്ട് നിൽക്കണം, അതുപോലെ തന്നെ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ലോൺ ആപ്പുകൾ അതുപോലെ തന്നെ റെഗുലേറ്റഡ് അല്ലാത്ത ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നതാണ്. സോ എങ്ങനെ നമുക്കിത് മനസ്സിലാക്കി ഇതുപോലുള്ള റിസ്ക് ഉള്ള ആപ്പുകളിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കാര്യം ഫിസിക്കൽ അഡ്രസ്സ് അതുപോലെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എന്നതാണ്. അപ്പോൾ നിയമാനുസൃതമായിട്ടുള്ള കടം കൊടുക്കുന്നവർക്ക് ഒരു ഫിസിക്കൽ അഡ്രസ്സ് അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ആപ്പിന് ഇതില്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. ഇനി അടുത്ത് RBI രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആപ്പ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ കമ്പനി RBI ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ RBIയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഓതറൈസ്ഡ് ലോൺ ആപ്പുകളുടെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് ഓൺലൈൻ റിവ്യൂ അതുപോലെ തന്നെ റേറ്റിംഗ്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ എന്താണ് ഈ ആപ്പുകളെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള റേറ്റിംഗും റിവ്യൂ ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ലെൻഡേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു ആപ്പുകൾ നിങ്ങളുടെ കോൺടാക്ട്സ് അതുപോലെ ഗാലറി ആക്സസ് ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒരു സെക്യൂർ വെബ്സൈറ്റ് ആണെങ്കിൽ അതിനൊരു ലോക്ക് ഐക്കൺ ഉണ്ടാവും, അതുപോലെ തന്നെ URL HTTPS എന്നും ഉണ്ടാവും. സോ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആണ് എന്നത് ഉറപ്പ് വരുത്തും. ഇനി നമുക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ള ബോറോയിങ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലോൺ ആപ്പുകളെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് സോഴ്സുകൾ നോക്കുന്നതാവും നല്ലത്. ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് ബാങ്ക് ലോണുകൾ തന്നെയാണ്. അപ്പോൾ നിയമാനുസൃതമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റോടെ പല ലോണുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാങ്കുകളുടെ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, NBFCs, മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. അപ്പോൾ ഇവരും ലോൺ നൽകുന്നുണ്ട്. നിയമാനുസൃതമായ ഇൻട്രസ്റ്റ് റേറ്റോടെ കുറഞ്ഞ പ്രൊസീജിയേഴ്സൊക്കെയാണ് അവർ നൽകുന്നത്. ഇനി അടുത്ത് ഗവൺമെൻറ് ലോൺസ് ആണ്. ഇപ്പം ചെറിയ ബിസിനസ്സിനൊക്കെ ആയിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി മുദ്ര യോജനയൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നൽകുന്നത്. ഇനി അടുത്ത ക്രെഡിറ്റ് യൂണിയൻ ആൻഡ് കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഇത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇവരുടെ മെമ്പേഴ്സിന് ലോൺ നൽകും. ഇനി അടുത്ത് എംപ്ലോയീസ് ലോൺസ് ആണ്. അപ്പം ചില കമ്പനികൾ അവരുടെ എംപ്ലോയീസിനായിട്ട് മിതമായ റേറ്റിൽ ലോണുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഡയറക്റ്റ്ലി സാലറിയിൽ നിന്നായിരിക്കും കുറയ്ക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് മൈക്രോ ലോൺ ആപ്പുകളൊക്കെ ഒരു ഈസി സൊല്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അവരുടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ പണം തിരിച്ച് മേടിക്കുന്നത് അവരെടുക്കുന്ന റിക്കവറി ടാക്ടിക്സ് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. സോ നിങ്ങൾ ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മൈക്രോ ലോൺ ആപ്പുകൾ വഴി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് ഇതുപോലെയുള്ള ഒരു യൂസ്ഫുൾ കോണ്ടന്റ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.